ഹായ് ഹലോ. ഈ പ്രായമാകും തോറും പക്വതയും കൂടും മനുഷ്യർക്ക് അല്ലേ? അങ്ങനെയാണല്ലേ? അങ്ങനെയാണോ? പ്രായമാകുന്ന മനുഷ്യർക്ക് എല്ലാവർക്കും പക്വതയും വിവേകവും വിവരവും ഉണ്ടാവാറുണ്ടോ? അങ്ങനെ ആയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനല്ലേ? ഞാൻ ഇന്ന് രാവിലെ യൂട്യൂബ് തുറന്നപ്പോൾ ഒരു വീഡിയോ കണ്ട്. ഒരു ബ്രഹ്മ ബൂമർ എന്ന് പറഞ്ഞൊരു ചാനലിലെ വീഡിയോ ആണ്. ഒരു സ്വാമി എന്ന് പറയാൻ പറ്റില്ല, ഒരു കഷായ വസ്ത്രധാരി, ലൈക്ക് ആ കളറിലുള്ള ഒരു ടീഷർട്ടും ഒരു ജസ്റ്റ് ഇങ്ങനെ ഷോള് പോലെ ഇത് തലയിൽ കൂടിയൊക്കെ കിട്ടിയിട്ട് മൊത്തത്തിലൊരു സ്വാമി ഗെറ്റപ്പ്. പുള്ളി അതിലെവിടെയും പറയുന്നതായിട്ട് ഞാൻ കേട്ടില്ല പുള്ളി സ്വാമിയാണെന്ന്. പക്ഷേ കമൻറ്റ് ബോക്സ് ഫുള്ള് സ്വാമി എന്ന് വിളിച്ച് സംബോധന ചെയ്യുന്നു, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. പക്ഷെ നമുക്ക് സ്വാമി എന്ന് വിളിക്കാൻ പറ്റില്ല, കഷായ വസ്ത്രധാരി അത്ര പറഞ്ഞാൽ മതി. മുമ്പോട്ട് പോകുമ്പോൾ മനസ്സിലാവും. പുള്ളിയുടെ തംബ്നെയിൽ കണ്ടിട്ട് ഞാൻ ആ വീഡിയോ ജസ്റ്റ് ഒന്ന് കയറി നോക്കി. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് സ്വാമിയല്ല ആസാമിയാണെന്ന്. ഞാനിപ്പോൾ ഇവിടെ സംസാരിക്കാൻ പോകുന്ന വിഷയത്തിന് മതമായോ മതപരമായിട്ടോ രണ്ട് മതങ്ങൾ തമ്മിലുള്ളതായിട്ടോ ഒരു ബന്ധവുമില്ല. പുള്ളി അതിൽ പറയുന്ന കുറച്ച് കാര്യങ്ങൾ, ഒരു സ്ത്രീയെക്കുറിച്ച് പറയുന്ന കുറച്ച് കാര്യങ്ങൾക്കുള്ള മറുപടി മാത്രമാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ. ഓക്കെ, അങ്ങനെ കാണാവുന്നവർ മാത്രം തുറന്ന് കണ്ടാൽ മതി, അല്ലാത്തവർക്ക് ഇവിടെ വെച്ചിട്ട് സ്കിപ്പ് ചെയ്തിട്ട് പോകാം. പുള്ളിയുടെ വീഡിയോ എന്ന് പറയുമ്പോൾ മൊത്തം 20 മിനിറ്റും 28 സെക്കൻഡും ഉണ്ട്. ഈ 20 മിനിറ്റ് വീഡിയോയിലും ഒരു 5 സെക്കൻഡ് പോട്ട് ഒരു 3 സെക്കൻഡ് തികച്ച് പുള്ളി ഇതിങ്ങനെ നോക്കി നിന്ന് സംസാരിക്കുന്നതല്ലാതെ ഡയറക്റ്റ് ക്യാമറയിലൊക്കെ സ്ക്രീനിലോട്ടോ നോക്കുന്നില്ല. നമ്മളൊരു വീഡിയോ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ സ്ക്രീനിലോട്ട് അല്ലെങ്കിൽ ക്യാമറയിലേക്ക് നോക്കി നമ്മൾ സംസാരിച്ചൊരു വീഡിയോ ചെയ്യുമ്പോൾ ആ വീഡിയോ എടുത്ത് നോക്കുന്ന ഒരു വ്യക്തിക്ക് ഫേസ് ടു ഫേസ് അവർ ആ വീഡിയോ ഫോണിൽ കാണുന്ന സമയത്ത് അവരുടെ മുഖത്ത് നോക്കി നമ്മൾ സംസാരിക്കുന്നതായിട്ടാണ് ഫീൽ ചെയ്യുന്നത്, അല്ലേ? ലൈക്ക് ഒരു ഐ ടു ഐ കോണ്ടാക്റ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഒരു 3 സെക്കൻഡ് തികച്ചു പോലും ഈ പുള്ളി ക്യാമറയിലേക്ക് നോക്കുന്നില്ല, സ്ക്രീനിലേക്ക് നോക്കുന്നില്ല, എങ്ങോട്ടോ നോക്കി നിന്നിട്ട് എന്തൊക്കെയോ പറഞ്ഞൊപ്പിക്കുകയാണ്. ഈ മുഖത്ത് നോക്കി സംസാരിക്കാത്തത് കള്ളന്മാരുടെ ലക്ഷണമാണ് കേട്ടോ ആസാമി. ഒരാളുടെ മുഖത്ത് നോക്കി സംസാരിക്കാൻ കഴിയാത്തത് കള്ളന്മാരുടെ ലക്ഷണമാണ്. പറഞ്ഞത് എന്തൊക്കെയാണെന്ന് കേൾക്കട്ടെ. അതായത് വിഷയം എലിസബത്താണ്, ബാല എലിസബത്ത് വിഷയം. അതിൽ എലിസബത്താണ് വിഷയം. ഞാൻ വീഡിയോസ് ഒരുപാട് കണ്ടിട്ടുണ്ടായിരുന്നു ഈ വിഷയത്തെ സംബന്ധിച്ച്, ബാല എലിസബത്ത് വിഷയത്തെ സംബന്ധിച്ചിട്ട് ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ടായിരുന്നു. അവർ തമ്മിലുള്ള പ്രശ്നമൊക്കെ അവിടെ അങ്ങനെ നിൽക്കട്ടെ. ഇയാൾ ഈ വീഡിയോയിൽ വന്നിരുന്ന് വിളിച്ച് പറയുന്ന വൃത്തികേടുകളുണ്ടല്ലോ, അതിന് ഉള്ള മറുപടിയായിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്, അല്ലാതെ ബാല എലിസബത്ത് വിഷയത്തിൽ സംസാരിക്കല്ല. ഈ വ്യക്തി, ഈ സോക്കോൾഡ് വ്യക്തി ഇതിൽ വന്നിരുന്നിട്ട് പറയുന്ന വൃത്തികേടുകൾ അതിനുള്ള മറുപടിയാണ്. ഞാൻ ആ വീഡിയോ ഒന്ന് കാണിക്കാം. നിങ്ങൾ മുമ്പോട്ട് പോകുമ്പോൾ മനസ്സിലാവും ഞാൻ എന്തുകൊണ്ട് ഇയാളെ ആസാമി എന്ന് വിളിച്ചു എന്നുള്ളത്. ഞാൻ ആ വീഡിയോ ഒന്ന് കാണിക്കാം. ഓക്കെ, ജസ്റ്റ് നോക്കിക്കോ. നമസ്കാരം. സാധാരണ ഞാൻ കേട്ടുവരുന്നത് പെൺകുട്ടികള് തേപ്പുകാരികളാണെന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെ പോയിട്ട് ആൺകുട്ടികളെ ഈ പെൺകുട്ടികളുടെ പുറകിൽ വീണ്ടും കിടന്ന് നടന്ന് ശല്യം ചെയ്യണമെന്ന് പറഞ്ഞ് തല്ലുമാഞ്ച കേസ് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ എന്തായാലും പുള്ളിയുടെ ഈ ഒരു വീഡിയോ കാണുന്നത് നമുക്ക് മനസ്സിലാവും. എങ്ങനെയാലും ഒരു 50+ ഉണ്ട് വയസ്സ്. ഇത്രയും വയസ്സിനിടയ്ക്ക് സ്വാമി ഇതുവരെ കേട്ടിട്ടില്ല ഒരു ആൺകുട്ടിയും എവിടെയും ഒരു പെണ്ണിനെ തേച്ചതായിട്ട്. ഫെമിനിസം പറയുന്നതല്ല. ഇത്രയും വയസ്സിനിടയ്ക്ക് സ്വാമി കേട്ടിട്ടേ ഇല്ല ഒരാണ് പെണ്ണിനെ ചതിച്ചു അതുകൊണ്ട് പെണ്ണ് നിരാശയിലാണ്, അങ്ങനെയൊന്നും സ്വാമി ഇത്രയും വയസ്സിനിടെ കേട്ടിട്ടില്ല. പെണ്ണ് തേച്ചു അതുകൊണ്ട് ആണ് പിറകെ നടന്നു, ആ ഒരു കേസ് മാത്രമേ ഇത്രയും വയസ്സിനിടയിൽ സ്വാമി കേട്ടിട്ടുള്ളൂ. ബാക്കി ഇവിടെ കേൾക്കാം. പക്ഷെ ഈ ഒരു പെണ്ണ്, ഈ ബാല എന്ന് പറഞ്ഞ ആളുടെ പുറകിൽ കൂടിക്ക് അവൻ വേറെ കല്യാണം കഴിച്ചു, ആ പെണ്ണ് ഗർഭിണിയാ. ഇതിന് മുമ്പുണ്ടായത് അമൃത സുരേഷ്. അതൊക്കെ അതിന്റെ കഥ പറയാതിരിക്കാന്നല്ല. ഞാൻ ആദ്യമായിട്ട് എനിക്കൊരാളൊരു വീഡിയോ അയച്ചു തരികയാണ്. ആ പാട്ടുണ്ടോ, എല്ലാരും ചൊല്ലാണ്. അത് കൈവച്ചത് രാഘവമാഷ് കൈവച്ചൊരു പാട്ടമ്മേ ദേവരാജ മാഷ് പോലും കൈവയ്ക്കില്ല. അത്രയും പെർഫെക്റ്റ് ആണത്. എന്നിട്ട് ഇവിടെ ഗാനം വിളിക്കാൻ പറ്റില്ല. ഡിങ്കിരി ഡിപ്പാക്കി ഡിങ്കിരി ഡിപ്പാട്ടി ഡിപ്പാക്കി ഡിങ്കിരി എന്തൊക്കെയോ ചെയ്ത് എന്താ അവളെ ചെയ്യേണ്ടത്? അന്നേ ഞാൻ പറഞ്ഞത് പിഴച്ചോളാന്ന് പറഞ്ഞു. ആ പാട്ട് പാടിയതിലൂടെ അമൃത പഴച്ചവളാണെന്ന് സ്വാമിക്ക് നന്നായിട്ട് മനസ്സിലായിരുന്നു. ആ പാട്ട് പാടിയതോടുകൂടി അവൾ പഴച്ചവളാണെന്ന് സ്വാമി സർട്ടിഫിക്കറ്റ് പേപ്പറിൽ എഴുതി സൈൻ ചെയ്ത് സീലടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അമൃത പഴച്ചവളാണെന്ന്. അല്ല, പറയാം, നിങ്ങൾ തന്നെ പറയും. ഞാൻ ഇയാളെ ആസാമി എന്ന് വിളിച്ചാൽ എന്തെങ്കിലും തെറ്റുണ്ടോ? ഒരു സ്ത്രീയെ ഒരു പാട്ട് പാടിയെന്നുള്ളതിൻ്റെ പേരിൽ വിളിക്കുകയാണ് പഴച്ചവളെന്ന്. അപ്പോൾ ഇയാളെ ഞാൻ ആസാമി എന്ന് വിളിച്ചാൽ ആസാമി എന്നാണോ വിളിക്കേണ്ടത്? ഇയാളെ വേറെ കുറച്ചുകൂടി കൂടിയതല്ലേ ഞാൻ വിളിക്കേണ്ടത്? സാഹചര്യം തരുന്നുണ്ട്, പുള്ളി തന്നെ കുറച്ചുകൂടി കൂടിയത് വിളിക്കാനായിട്ട് ഇനി നമുക്ക് അങ്ങോട്ട് ഇട്ട് തരുന്നുണ്ട്. ഞാൻ കേൾപ്പിക്കാം, ബാക്കി കൂടി കേൾക്ക് നിങ്ങൾ.
ഇപ്പൊ ഈ പെണ്ണ് പറയണത് ഇനിയിപ്പോ എന്നെ കൊന്നാലും വേണ്ടില്ല, ഞാൻ പിന്നാലെ കൂടുതലാ പറഞ്ഞിട്ടില്ല, എന്റെ തുണിയില്ലാത്ത ചിത്രമിട്ടാലും കുഴപ്പമില്ല, ഞാൻ നേരിടുന്നു. ഒരു നാണോ? പണ്ടൊക്കെ ഒരു പെൺകുട്ടി എന്തെങ്കിലും സംഭവിച്ചാവോ അല്ലെങ്കിൽ എന്ത് അടി ആത്മഹത്യയെ കെട്ടി തൂങ്ങിച്ചാവേ അല്ലെങ്കിൽ നിരാശാബാധിതയായിട്ട് മോളിക്ക് ഒതുങ്ങി കൂടെ? ഇതാരോടും വിളിച്ചു പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഞാൻ പറയുന്നത് ഇപ്പോഴത്തെ പുതിയ തലമുറയോടല്ല, ഒരു 50 വയസ്സിന് അടുത്ത് നിൽക്കുന്ന ആൾക്ക് നിങ്ങൾ ആരും കേട്ടിട്ടുണ്ടോ? നിങ്ങളുടെ വീട്ടിലൊരു പെൺകുട്ടിക്ക് എന്തെങ്കിലും അപമാനം ഉണ്ടായിരിക്കട്ടെ, ഏതെങ്കിലും ചെക്കൻ്റെ അപമാനം ഉണ്ടാക്കി അവന്റെ വഴിക്ക് പോയി, നിങ്ങൾ നാട്ടുകാരോട് പറയൂ, ആ പെൺകുട്ടി നാട്ടുകാർ പറയൂ. ഇപ്പൊ ഇവിടെ പറയണത് എന്റെ നഗ്ന ചിത്രങ്ങള്, തുണിയില്ലാത്ത ചിത്രങ്ങൾ താനും എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ നേരിടും. എന്ത് നേരിടാൻ? അതായത് ഈ പുങ്കവൻ പറയുന്നത് എലിസബത്ത് ഒന്നുകിൽ ആത്മഹത്യ ചെയ്യണമായിരുന്നു, ഏതെങ്കിലും കിണറ്റിൽ ചാടി ആത്മഹത്യ, അല്ലെങ്കിൽ കയറ് ഫാനിൽ കുരുക്കിട്ട് ആത്മഹത്യ ചെയ്യണമായിരുന്നു, അതല്ലെങ്കിൽ ഏതെങ്കിലും മൂലയ്ക്ക് പോയി മിണ്ടാതിരിക്കണമായിരുന്നു. അല്ലാതെ ഈ ബാല ചെയ്ത ചെറ്റത്തരവും പോക്കരത്തരവും ഒന്നും ചെയ്യണമെന്ന് വിളിച്ച് പറയരുതായിരുന്നു. എനിക്ക് എലിസബത്ത് അവിടെ കുലസ്ത്രീ ആയേനെ. അതിന് പകരം ഈ എലിസബത്ത് എന്താ കാണിച്ചത്? വന്നിരുന്നിട്ട് ഇയാൾ കാണിച്ചിട്ടുള്ള ചെറ്റത്തരം എല്ലാം ഇങ്ങ് വിളിച്ച് പറയുക നാട്ടുകാരുടെ മുമ്പിൽ. പോക്കരത്തരമല്ലേ അത്? ശുദ്ധ പോക്കരത്തരമല്ലേ ഈ എലിസബത്ത് കാണിക്കണം? അപ്പം അല്ലേ സ്വാമി? സ്വാമി പുങ്കവ, തന്നെ എന്തോടോ വിളിക്കേണ്ടത്? ഏതെങ്കിലും പണ്ടത്തെ കാലത്ത് പെൺപിള്ളേർ ചെയ്തുകൊണ്ടിരുന്നതാണ് ശരിയെന്നല്ലേ ഇപ്പം താൻ ഈ പറഞ്ഞു വെച്ചത്? ആരെങ്കിലും ഇതേപോലെ വന്ന് കിടന്നിട്ട് സ്ത്രീകളെ ഉപദ്രവിച്ച് കഴിയുമ്പോഴത്തേക്കും ഒന്നി പോയി ആത്മഹത്യയാണ്, കിണറ്റി ചാടിയിട്ടോ കഴുത്തി കൊയറിട്ടോ, അതല്ലെങ്കിൽ എവിടെയെങ്കിലും മിണ്ടാതിരിക്കണം, പറയരുത്, പുറത്ത് പറയരുതല്ലേ? അല്ലടോ, തനിക്ക് നാണോ മാനമില്ലേ? ഒരു നാണോ മാനമില്ലേ ഇങ്ങനെ വന്നിരുന്ന് പൊങ്കത്തരം വിളിച്ച് പറയാനായിട്ട്? തനിക്ക് മറ്റേ 1998 ഇങ്ങോട്ട് ബസ് കിട്ടിയിട്ടില്ല എന്ന് മനസ്സിലായി തൻ്റെ ഈ വർത്താനം കേട്ടിട്ട്. എന്നിട്ട് വന്നിരുന്നിട്ട് ചോദിക്കുക അവക്ക് എലിസബത്തിന് ഒരു നാണോ മാനോ ഇല്ലേന്ന്. അതായത് അവൻ ബാല ചെയ്തതൊക്കെ വന്ന് പുറത്ത് ഇരുന്ന് വിളിച്ച് പറയുന്നതിന് ഒരു നാണോ മാനോ ഇല്ലേന്ന്. അല്ല, ഇരുന്ന് തന്നെ മനസ്സിലാവുമല്ലോ തൻ്റെ ലെവല്. ബാക്കി കൂടെ കേൾക്കാം. ഈ തുണിയില്ലാത്ത ചിത്രം ഇവിടെ AI ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വെച്ചിട്ടുണ്ടാക്കിയൊന്നുമല്ലോ. ഇവിടെ തുണി അഴിച്ചിട്ട് കാണിച്ചതല്ലേ. ഇവളല്ലേ അവൻ ഒരു കല്യാണം കഴിച്ച് അതിന് 2 കല്യാണം കഴിഞ്ഞ ശേഷം പിന്നെ അവന്റെ മുമ്പിൽ എന്നിട്ട് എന്നെ കയറി പിടിക്കുമെന്ന് ചോദിച്ചിട്ട് പിന്നാലെ നടന്നിട്ടല്ലേ അവൻ കയറി പിടിച്ചത്. ഈ ഒരു കാര്യത്തിൽ അവന് കുറ്റം പറയാൻ പറ്റൂ? എനിക്ക് ബാലയെ കുറ്റം പറയാൻ പറ്റില്ല. ഈ കാര്യത്തിൽ ബാലയെ കുറ്റം പറയാൻ പറ്റില്ല. അവൻ തേടി നടന്ന ആൺകുട്ടിയാണ്. എടോ ആസാമി, എൻ്റെ വായിൽ വന്നത് വേറെയാണ്. എലിസബത്തിൻ്റെ വീട്ടിലിരുന്നിട്ട്, എലിസബത്തിൻ്റെ വീട്ടിലെ റൂമിലിരുന്നിട്ട് തുണി അഴിച്ചിട്ട് എടുത്തിട്ട് ഫോട്ടോ അയച്ചു കൊടുത്തതല്ല ബാല പബ്ലിഷ് ചെയ്യുമെന്ന് പറയുന്നത്. എലിസബത്ത് ബാലയുടെ ഭാര്യയായിരിക്കുന്ന സമയത്ത് അവർ രണ്ടുപേരും കൂടി ഒരുമിച്ച് സ്പെൻഡ് ചെയ്ത സമയമാണ്. ഒരുമിച്ച് സ്പെൻഡ് ചെയ്തത്. ഒരു ഭാര്യ ഭർത്താവ് ഒരുമിച്ചൊരു ബെഡ്റൂമിൽ ഉണ്ടായിരിക്കെ എന്താണോ നടക്കുന്നത് അത് അവൾ അറിയാതെ തന്നെ ആ ക്യാമറ വെച്ചിട്ട് വീഡിയോ എടുത്തത്, ആ വീഡിയോസ് സ്പ്രെഡ് ചെയ്യുമെന്നാണ് പറയുന്നത്. സ്വന്തം ഭാര്യയുമായിട്ട് സ്പെൻഡ് ചെയ്യുന്ന ബെഡ്റൂമിൻ്റെ അകത്ത് ക്യാമറ വെച്ചു എന്ന് പറയുമ്പോൾ തന്നെ ഇവൻ ഏതാണ് ആൾ എന്നുള്ളത് മനസ്സിലാക്കില്ലേ? എന്നിട്ട് താൻ അതിനെ വന്നിരുന്ന് ന്യായീകരിക്കുക. അപ്പം താൻ ആരാ? അപ്പോൾ അങ്ങനെ ഒരു ചെറ്റത്തിന് ഒരു പോക്കൃത്തരം ചെയ്ത ഒരുത്തനെ വന്നിരുന്നിട്ട് വെള്ളപൂശി സംസാരിക്കുമ്പോൾ താൻ ആരാ? താൻ എന്തിനാ ഈ കാഷായ വസ്ത്രം ധരിച്ചിട്ട് ആ വസ്ത്രത്തെ അല്ലെങ്കിൽ ആ ഒരു സന്യാസി സമൂഹം എന്ന് പറയുന്ന രീതിക്ക് അവരെ അപമാനിക്കുന്നേ? ഞാൻ അറിയാൻ വേണ്ടി ചോദിക്കുക. വീഡിയോ കുറച്ച് ലോങ്ങാണ്. എനിക്ക് അത്രയ്ക്ക്, അതായത് മറുപടി കൊടുത്തേ പറ്റൂ എന്നുള്ള കുറച്ച് പാർട്സ് മാത്രം എടുത്തു വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോസ് ചെയ്യുന്നത്. അടുത്ത് ഇതുപോലെ തന്നെ പൊങ്കത്തരം പറയുന്നുണ്ട്, കേൾപ്പിച്ചു തരാം. നിങ്ങളൊന്ന് ജസ്റ്റ് കേട്ട് നോക്ക്, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇയാൾ എന്ത് കൂട്ടിയിട്ട് കത്തിച്ചിട്ടാണ് ഈ ഇരുന്ന് വന്നിരുന്ന് വിളമ്പുന്നത് എന്നുള്ളത്. ഇതൊന്നും ശരിയെന്നല്ല പറയുന്നത്. പക്ഷെ ഇങ്ങനത്തെ സാഹചര്യം വരുന്ന സമയത്ത് അവനെ ഞാൻ മീശ പിരിച്ച ആൺകുട്ടി എന്ന് പറയും, മിടുക്കൻ എന്ന് പറയും. അത് പറയാതിരിക്കാൻ പറ്റില്ല. ഇങ്ങനത്തെ സാധനങ്ങളാണ് അവനെ മിടുക്കന്മാരാക്കി മാറ്റുന്നത്. വെറുതെയാണോ ഇവിടെ വലിച്ചെറിഞ്ഞത്? ഇതൊക്കെയല്ലേ സ്വഭാവങ്ങള്. ഏതായാലും വലിയ ആരോപണങ്ങൾ. ഇപ്പം രസം മീശ പിരിച്ച ആൺകുട്ടി, അതായത് സ്വന്തം ഭാര്യയുമായിട്ട് ബെഡ്റൂമിലുള്ളത് അവൾ അറിയാതെ തന്നെ വീഡിയോ എടുത്ത് വെച്ചിട്ട് കെട്ടിയ സ്ത്രീകളെല്ലാം ഉപേക്ഷിച്ച് അടുത്ത് വീണ്ടും കെട്ടിയിട്ട് ജനിപ്പിച്ച കുഞ്ഞിന് വേണ്ടിയിട്ട് അയാൾ ഫിക്സഡ് ഡിപ്പോസിറ്റ് പോലെ ഇട്ട എമൗണ്ട് പോലും മുൻ ഭാര്യയുടെ കള്ള ഒപ്പിട്ട് അവരാരും അറിയാതെ വിഡ്രോ ചെയ്തെടുത്ത് കോടതിയെ പോലും പറ്റിച്ച ബാല മീശ പിരിച്ച ആൺകുട്ടി. ബാക്കി ഈ ഇവരെല്ലാം, ഈ പെണ്ണുങ്ങളെല്ലാം മറ്റേ പിഴച്ചവള് അമ്മാതിരി സാധനങ്ങളല്ലേ. അപ്പം ഇതൊന്ന് മനസ്സിലാക്കേണ്ടത് എന്തുവാ? തൻ്റെ തലയ്ക്കകത്ത് എന്താ, എനിക്കറിയാൻ വേണ്ടി ചോദിക്കാനാ, ഇതിനകത്തിരിക്കുന്ന സാധനം എന്തോ? താൻ എവിടെ കൊണ്ടാ ചിന്തിക്കുന്നേ?
പിന്നെ എല്ലാം കഴിഞ്ഞ് അവന് വേറെ കല്യാണം കഴിച്ച് അതിന് ഗർഭിണിയാണ് പ്രസവിക്കാറ് ആ സമയത്ത് അവിടെ കിടന്ന് കൊഞ്ഞാണം വർത്താനം പറയുന്നത്. കല്യാണം കഴിഞ്ഞതിന് ശേഷം അയാൾ വേറെ പെണ്ണുങ്ങളുമായിട്ടൊക്കെ ഫ്ലാറ്റിലേക്ക് കൊണ്ടുവരാറുണ്ട്. അയാളുടെ സ്വഭാവമല്ലേ? അയാളുടെ സ്വഭാവമല്ലേ? നമുക്ക് വല്ലതും ചെയ്യാൻ പറ്റുമോ? ഒരാളുടെ സ്വഭാവത്തിനെയൊന്നും അങ്ങനെ മാറ്റാൻ പറയാനൊരു ഭാര്യയ്ക്കൊന്നും അധികാരമില്ല അല്ലേ? അത് ശരിയാണ്. നമ്മളിപ്പോൾ കല്യാണം കഴിഞ്ഞാലും പെണ്ണുങ്ങളെ ഫ്ലാറ്റിൽ കൊണ്ടുവരുന്നതിനോ അല്ലെങ്കിൽ മറ്റുള്ള സ്ത്രീകളുമായിട്ടൊന്നും ഇത് വെക്കുന്നതിനോ അത് ഒരാളുടെ സ്വഭാവം. നമ്മളത് അങ്ങനെ പറയാൻ പാടില്ല. എലിസബത്തോ അമൃതയൊന്നും ഇത് മനസ്സിലാക്കാതെ പോയി. ഇതൊക്കെയാണ് ഇവരുടെ പരാജയം. അപ്പം പിന്നെ അവരെ ബാല ഉപേക്ഷിച്ചതിൽ നമുക്ക് തെറ്റ് പറയാൻ പറ്റില്ല അല്ലേ സ്വാമി? പിന്നെ അമൃതയും എലിസബത്തിനെയൊക്കെ അവരുടെയൊക്കെ ഒരു ലെവല് നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട് ഒരു വ്യക്തിയുമായിട്ട്. ഭാഗ്യം ആ വ്യക്തിയെക്കുറിച്ച് പറയുന്നത് നല്ലതാണ്. കേട്ടു നോക്ക് ജസ്റ്റ്. മഞ്ജു വാര്യർ, ലേഡി സൂപ്പർ സ്റ്റാർ, അതുപോലെ തന്നെ ഇദ്ദേഹം നമ്മുടെ ജനപ്രിയ നടൻ ദിലീപ്, അവർ തമ്മിൽ വേർപെട്ടിട്ട് ഒരു അപസ്വരം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? മഞ്ജു വാര്യർ അദ്ദേഹത്തെ കുറിച്ച് ഒരു അപസ്വരം പറഞ്ഞിട്ടുണ്ടോ? ദിലീപിനെ കുറിച്ച് പലരും പറഞ്ഞു ആ മഞ്ജു വാര്യർ എന്റെ മകളുടെ അമ്മയാണ്. മഞ്ജു വാര്യർ പറഞ്ഞ ഒരേ ഒരു അഭിപ്രായം ഇതാണ്, എന്റെ മകളുടെ അച്ഛനാണ്. ഇനി അധികം ചോദിക്കേണ്ടെന്ന് അർത്ഥം. ഞാൻ ചോദിച്ചു ചളകി അടി കിട്ടുന്നതാണ്, അത്രയേ ഉള്ളൂ. ഭാഗ്യം മഞ്ജു വാര്യറുടെ കയ്യിലിരിപ്പ് കൊണ്ടാണ് പേട്ടൻ ഇമാതിരി പോക്കർത്തരം എല്ലാം കാണിച്ചിട്ട് അവർ തമ്മിൽ ഡിവോഴ്സ് ആയത് എന്ന് പറഞ്ഞില്ല. എന്തങ്ങനെ അല്ലല്ലോ, അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഇപ്പം തൽക്കാലം ഇപ്പോഴത്തെ നമ്മുടെ ടാർഗറ്റ് എലിസബത്താണ്. അപ്പോൾ എലിസബത്തിനിട്ട് മതി, ബാക്കിയൊക്കെ നമുക്ക് പിന്നെ കൊട്ടാം. അങ്ങനെയല്ലേ സ്വാമി? അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് എനിക്ക് അടി കിട്ടിയിട്ട് നമ്മൾ സ്റ്റേഷനിലേക്ക് വിളിച്ചു പറയാറുണ്ട്. പക്ഷെ അവർ വരുമ്പോഴേക്കും ഇയാൾ വേറൊരു സ്ഥലത്തേക്ക് പോകുത്രേ. ഇത് ഒരു തരം വൃത്തികെട്ട ജൽപ്പനങ്ങളുടെ, അതായത് ഒരു തരം കാമഭ്രാന്തോ അല്ലെങ്കിൽ കൃമികടിയോ എന്താണെന്ന് അറിയില്ല, എന്തോ ആ പെണ്ണിന് സംഭവിച്ചിട്ടുണ്ട്. അതാണ് സത്യം. കറക്റ്റ് വൈദ്യൻ കണ്ടുപിടിച്ചിട്ടുണ്ട് എന്താണ് അസുഖം എന്നുള്ളത്. അതായത് എലിസബത്തിന്റെ അസുഖം എന്താണെന്നുള്ളത് കണ്ടുപിടിച്ചിട്ടുണ്ട്. അല്ലടോ, അപ്പൊ തനിക്ക് എന്തിന്റെ കേടാ, തനിക്ക് എന്തിന്റെ ക്രിമിഡി ആയിട്ടാ ഞാൻ അറിയാൻ വേണ്ടി ചോദിക്കുകയാണ്. തനിക്ക് ഈ പറഞ്ഞതൊന്നുമല്ല, അതൊക്കെ മേലെ എന്തോ ആണ്. ഇതിനുള്ള മരുന്നുള്ളത് പറയാം ഇതിനുള്ള മരുന്ന് ഞാൻ പറയാം. കാരണം 1-2 കാര്യങ്ങളൂടെ ഈ മാന്യദ്ദേഹം പറയുന്നുണ്ട്. നമ്മൾ മലയാളികൾ സഹിക്കാത്ത ഒരു കാര്യം എനിക്ക് ആ ഒരു കാര്യം കൂടെ കേട്ടപ്പോഴേ എനിക്ക് എന്തായാലും ഞാനിത് റിയാക്ട് ചെയ്തേ പറ്റുള്ളൂ എന്ന് എനിക്ക് തോന്നിയത്. അതെന്താണെന്നുള്ളതല്ലേ, ഷാരോണിനെ കുറിച്ചിട്ടൊരു വാക്ക് ഇയാൾ പറയുന്നുണ്ട്. നമ്മുടെ കഷായൻ ഗിരീഷ്മയുടെ ഷാരോണില്ലേ, ഷാരോണിനെ കുറിച്ചൊരു വാക്ക് ഇയാൾ പറയുന്നുണ്ട്. ഞാനത് കേൾപ്പിച്ചു തരാം നിങ്ങൾക്ക്. മുമ്പോട്ട് പോകുമ്പോൾ ആ വീഡിയോയിലുണ്ട്, കേൾക്കാം. എന്നിട്ട് നിങ്ങൾ വിവാഹം കഴിച്ചു, അയാൾക്ക് നിങ്ങളെ മുഖം കണ്ടപ്പോൾ നല്ലതെന്ന് തോന്നി, വേറെ ചില ഭാഗങ്ങൾ കണ്ടപ്പോൾ നല്ലതല്ലെന്ന് തോന്നി, ഒരു ഗുണമില്ലാത്തതെന്ന് തോന്നി. വിവാഹം സ്വർഗത്തിൽ വെച്ച് കിടന്നു, ഭൂമിയിൽ വെച്ചാൽ മറ്റേ പരിപാടികൾ. അത് കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഇതൊന്നിനും കൊള്ളാത്തത് ആനാന്ന് മനസ്സിലായി, അതിന് വലിച്ചെറിഞ്ഞു. ഈ പരട്ട കിളവനെ ഞാൻ എന്താ വിളിക്കണ്ടേ? ഈ ഫ്രോഡ് കിളവനെ ഞാൻ എന്താ പറയണ്ടേ? വിവാഹം കഴിച്ചു, മുഖം നോക്കി വിവാഹം കഴിച്ചു, വേറെ പല ഭാഗങ്ങളും കഴിഞ്ഞതിന് ശേഷം മനസ്സിലായി കൊള്ളൂലെന്ന് കണ്ടപ്പോൾ വലിച്ചെറിഞ്ഞു എന്ന്. അല്ല ഇയാൾ എന്താ ഈ വിളിച്ച് പറയുന്നേ? ഇയാൾക്ക് ഒരു ഈ പ്രായത്തിൻ്റെ ഈ പ്രായത്തിൻ്റെ വിവരം ഇയാൾക്കുണ്ടെങ്കിൽ ഇയാൾ വന്നിരുന്ന് ഇങ്ങനെ വിളിച്ച് പറയോ? എന്തൊരു വൃത്തിയുടെ അയാൾ ഈ വിളിച്ച് പറയുന്നേ? എനിക്ക് സത്യം പറഞ്ഞാൽ ഇങ്ങനെ അല്ല ഇതിന് മറുപടി പറയേണ്ടത്. ഒരു സ്ത്രീ എന്നുള്ള ലിമിറ്റിൽ നിന്നിട്ട് എനിക്ക് ഇത്രേ പറയാൻ പറ്റുന്നുള്ളൂ. ഇനിയുണ്ട്, കേട്ടു നോക്കാം. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം, ബാലയ്ക്ക് നഷ്ടപ്പെടാൻ എന്തുണ്ട്? അവൻ ആ ഒരു ആൺകുട്ടിയാ, അവൻ പോയിട്ട് നാളെ വല്ല ഉഗാണ്ടയിലോ ഇന്തോനേഷ്യയിലോ എവിടെയും പോയിട്ട് താമസിച്ചാൽ കഴിഞ്ഞു. ഇവിടെ ജീവിക്കേണ്ടവളല്ലേ ഇവള്. ആരാ പറഞ്ഞ ബാലയ്ക്ക് കുഴപ്പമില്ലെന്ന്? ബാലയ്ക്ക് ഉടനെ വരും കുഴപ്പം. ഈ കാണിച്ചു കൂട്ടിയതിനുള്ള എല്ലാം വിവരം ബാല അറിയും, അത് വേറെ കാര്യം, അതവിടെ നിൽക്കട്ടെ. എന്താ ബാലയ്ക്ക് കുഴപ്പമില്ല, ഇവക്ക് മാത്രം, എലിസബത്തിന് മാത്രം എന്താ പ്രശ്നം എനിക്ക് മനസ്സിലാവുന്നില്ല. തനിക്ക് ബസ് കിട്ടാത്തതിൻ്റെ പ്രശ്നം അത് മനസ്സിലായി. എലിസബത്തിന് ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല. ഒരു സ്ത്രീ കല്യാണം കഴിച്ച താലി കെട്ടിയ ഭർത്താവിനെ നിയമപരമായിട്ടല്ലെങ്കിൽ പോലും ഹിന്ദു മതാചാര പ്രകാരം അമ്പലത്തിൽ വെച്ചിട്ട് താലി കെട്ടിയ ഒരു ഭർത്താവിനെ അത്രത്തോളം ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അതിൻ്റെയാണ് ആ അന്ന് ഡിപ്രഷനൊക്കെ. തീർച്ചയായിട്ടും എലിസബത്ത് ഇത് ഓവർകം ചെയ്യും. അമൃത ചെയ്തില്ലേ അതുപോലെ. അത് കഴിഞ്ഞിട്ട് പിന്നെ എലിസബത്തിന് ഒന്നും പറ്റാനില്ല. സ്നേഹിച്ചു പോയി എന്നതിൻ്റെ ഒരു പറ്റി അത്ര തന്നെ. പക്ഷെ ബാലയ്ക്ക് പറ്റും. മിക്കവാറും ഇക്കണക്കിന് അമ്മാവനും പറ്റും കേട്ടോ. അതിനുള്ള എല്ലാ വകുപ്പ് ഇതിലും ഈ ഒരൊറ്റ വീഡിയോയിൽ അമ്മാവൻ ചെയ്തു വെച്ചിട്ടുണ്ട്.
ബാക്കി കാണാം. ചെറുപ്പമാണ് ഈ പെണ്ണ്. എനിക്ക് തോന്നുന്നത് ഈ പെണ്ണ് ഒരു 26-27 വയസ്സേ ഉണ്ടാവുള്ളൂ. അത്യാവശ്യം ജോലി, ഒരു ബിരുദം കയ്യിലും, ഡോക്ടർ എന്ന് പറഞ്ഞ ആയുർവേദ ഡോക്ടർ എന്ന് പറയുന്നുണ്ടല്ലോ, അത്യാവശ്യം വിവരം ഉണ്ടല്ലോ. അതുകൊണ്ട് ഇപ്പം നിൽക്കുന്ന സ്ഥലത്ത് ഏതൊരു സ്ഥലം ബോംബെയിലേക്കോ ഡൽഹിക്കോ എവിടെയെങ്കിലും മാറിപ്പോയിട്ട് ഈ ഒരു കാര്യം തേച്ചു മാച്ചു കളയല്ലേ വേണ്ടത്? നാട്ടുകാരുടെ മുമ്പിൽ നിന്ന് മാത്രമല്ല, അവരവരുടെ മനസ്സിൽ നിന്ന് പോലും തേച്ചു മാച്ചു കളയല്ലേ വാസ്തവത്തിൽ വേണ്ടത്? ഇത് തേച്ചു മാച്ച് കളയാൻ വേണ്ടിയിട്ട് അമ്മ വല്ലാണ്ട് ബുദ്ധിമുട്ടുന്നുണ്ട്. ഈ ഒരു വിഷയം തേച്ചു മാച്ച് ബാലയെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് അല്ലേ? ഇവരുടെ ഈ ദിവസം എന്നെ അവിടെ പിടിച്ചു, എന്നെ ഇവിടെ പിടിച്ചു, തീട്ടം കോരി, മൂത്രം കോരി, എന്നെ നഗ്നചിത്രം എടുത്തു, അത് കാണിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഞാൻ വിടൂല എന്നൊക്കെ പറഞ്ഞ് നടക്കുമ്പോ സത്യം പറഞ്ഞാൽ ഇവര് സംസാരിക്കുന്ന സമയത്ത് എന്തോ ഇവനെ ഉപേക്ഷിക്കാനുള്ള കാരണം അതാണോ? ഇവർക്ക് എന്തോ മാനസിക പ്രശ്നമുണ്ട് തോന്നുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവൻ വലിച്ചെറിഞ്ഞെന്ന് തോന്നുന്നുണ്ട്. ഇവർക്ക് എന്തോ മാനസിക പ്രശ്നമുണ്ട്. ഇത്രയും കേട്ടതിൽ നിന്ന് എനിക്കും ഈ കേട്ടുകൊണ്ടിരിക്കുന്നവർക്കും മനസ്സിലായിട്ടുണ്ട് ആർക്കാണ് മാനസിക പ്രശ്നമൊന്നും. മാടമ്പള്ളിയിലെ യഥാർത്ഥ മനോരോഗി ആരെന്നുള്ളത് ഒരിക്കൽ ബാല തെളിയിച്ചതാണ്. ഇപ്പോൾ തൻ്റെ ഈ ഒരു ഒറ്റ വീഡിയോ കൊണ്ട് താനും തെളിയിച്ചു മാനസിക പ്രശ്നം ആരൊക്കെയാണെന്നുള്ളത്. ശരിക്കും സത്യമാണ്, എന്തോ പ്രശ്നമുണ്ട്, അത് മനസ്സിലായി. പ്രശ്നം സീരിയസ് ആയിട്ട് തന്നെ ഉണ്ട്. ട്രീറ്റ്മെന്റ് ഉടനെ എടുക്കണം, അല്ലെങ്കിൽ ശരിയാവില്ല. ബാലയെ ആരും ന്യായീകരിക്കുന്നില്ല. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തില് ഈ പെണ്ണിനെയാണ് ആളുകൾ ഇപ്പോ കാർക്കിച്ചു തുപ്പുന്നത്. ഇവളുടെ വർത്തമാനത്തെ കാർക്കിച്ചു തുപ്പുന്നത്. ഒരർത്ഥത്തിൽ ഇവിടെ ഇങ്ങനെയായ സമയത്ത് എന്തുണ്ടായി? ബാല ഇപ്പൊ നല്ലവരായിട്ട് മാറി. അതാണ് സംഭവിക്കുന്നത്. ബാലയെ കുറിച്ച് ഇപ്പൊ എന്തോ ആളുകൾക്ക് ഒരു നല്ല അഭിപ്രായം, ഒരു പോസിറ്റീവ് അഭിപ്രായം തോന്നി തുടങ്ങി. അമ്മാവന്റെ തോന്നല കേട്ടോടോ, തോന്നല തന്റെ. ശരിക്കുള്ള ബാല എന്താണെന്നുള്ളത് കേരളത്തിലുള്ളവർക്ക് മനസ്സിലായിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ ഈ ചെയ്ത വീഡിയോയുടെ താഴെ കമന്റ് ബോക്സിൽ വന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു 95% ആൾക്കാരും ഈ അമ്മാവനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ആ കുറച്ച് പേർക്കും കൂടി വെളിവ് വന്നിട്ടുണ്ടാവില്ല. ബാക്കി അരിയാഹാരം തിന്നുന്ന, ചോറ് തിന്നുന്ന മലയാളികൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ട് എന്താണ് ബാല എന്നുള്ളത്. കേട്ടോ, അല്ലാതെ ഇവിടെ എലിസബത്തിനൊന്നും നഷ്ടപ്പെടാനില്ല. ബാലയെക്കുറിച്ച് വളരെ മോശം അഭിപ്രായമാണ് ഇപ്പം എന്തായാലും മലയാളികൾക്കിടയിലുള്ളത്. അതെന്തായാലും അമ്മാവന് താമസിയാതെ മനസ്സിലാവും. ഇതുവരെ മനസ്സിലാവാത്ത അമ്മാവന് ഇനി എന്തോ മനസ്സിലാവാനല്ലേ? ബാക്കിയൂടെ കേൾക്കാം. അയാളുടെ വഴിക്ക് വിട്, അയാൾ ഹാപ്പി ആയിട്ട് ജീവിക്കുകയാണ്. ഇപ്പൊ സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ ഉപേക്ഷിച്ച പെണ്ണുങ്ങൾക്ക് മുഴുവൻ ഇപ്പൊ നമുക്കറിയാവുന്ന ഒന്ന് അമൃത സുരേഷ്, പിന്നെ ഒന്ന് ഈ പെണ്ണ്. അപ്പൊ ഇവർക്ക് ഈ സത്യം പറഞ്ഞാൽ ഇവൻ ചിരിച്ചും കളിച്ച് ഇവന് കാറൊക്കെ ഓടിച്ച് സ്വർണ്ണമാലയ്ക്ക് ഇട്ട് കൈമ നിറച്ച് മോതിരിട്ട് നല്ലൊരു സുന്ദരിയായിട്ട് പെണ്ണിനെ ഇപ്പൊ കിട്ടിയിട്ട് നല്ലൊരു പെണ്ണാണ്. അതിന്റെ മുഖം കാണുമ്പോൾ കുറച്ചുകൂടി എനിക്ക് തോന്നുന്നുണ്ട് അതൊരു വീട്ടിൽ പറഞ്ഞ പെണ്ണാണെന്ന്. അതിപ്പോ ഗർഭിണിയായിട്ട് നടക്കുന്നുണ്ട്. അപ്പൊ അയാളുടെ ജീവിതം ഹാപ്പി ആയ സമയത്ത് ഇവിടെ ചൊറി കടി. ഇതാണ് സംഭവം. ഈ വീഡിയോ കണ്ടിട്ട് ഇപ്പൊ കടി ചൊറി ആർക്കാണെന്നുള്ളത് ഒരുവിധം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. കോകില വീട്ടിൽ വളർന്ന പെണ്ണ്, ബാക്കിയുള്ളവരെല്ലാവരും പിന്നെ മറ്റേ തെരുവിലാണെന്നല്ലോ വളർന്നത്. ഇത്രയും വൃത്തികെട്ട രീതിയിൽ വന്നിരുന്ന് സംസാരിക്കുന്ന ഇയാളുണ്ടല്ലോ, ഇയാൾക്കാണോ ശരിക്കും ചൊറച്ചില്, അതോ ഈ ബാല ചെയ്ത ആ ഒരു പൊക്കൃത്തരം എല്ലാം വെളിയിൽ വന്ന് പറഞ്ഞ എലിസബത്തിനാണോ? ഞാൻ അറിയാൻ വേണ്ടി ചോദിക്കാം. ഇയാൾ ഒരു ഉളുപ്പും ഇല്ലാതെ വന്നിരുന്ന് അങ്ങ് വിളമ്പുന്നുണ്ട് എന്നുള്ളതാണ്. അതിൻ്റെ താഴെ അതിനെ സപ്പോർട്ട് ചെയ്തിട്ട് കുറച്ച് പേര് കമൻറ്റ് ചെയ്തു എന്ന് കാണുമ്പോഴാണ് പിന്നെ അമ്മയെ തല്ലിയാലും രണ്ട് അഭിപ്രായമുള്ള നാടല്ലേ, സമ്മതിക്കണം തന്നെ, പറയാതിരിക്കാൻ വയ്യ കേട്ടോ. ഏതായാലും നീ ഒരു കാര്യം ചെയ്യ്, നഗ്നചിത്രത്തിന്റെ കാര്യം പറഞ്ഞില്ലേ, അതായത് അവൻ ഇടുന്നല്ലേ പറഞ്ഞിട്ടുള്ളത്. അതിനു മുമ്പ് നീ ഒരു കാര്യം ചെയ്യ്, നീ അതുകൊണ്ട് അങ്ങോട്ട് ഇടും. നിന്റെ ഫേസ്ബുക്കോ ട്വിറ്ററിലോ എക്സിലോ മറ്റെന്താ യൂട്യൂബില് ഏതെങ്കിലും ട്യൂബിനകത്ത് കൊണ്ട് നിന്റെ ഫോട്ടോ നീ തന്നെ അങ്ങോട്ട് ഇടും. അവനെടുത്തതാ എന്ന് പറഞ്ഞ് അവനെ കുറ്റപ്പെടുത്തിയിട്ട് ചിലപ്പോ അങ്ങനെ ഏറ്റാലോ. കാരണം അത്രയും ആൾക്കാർ കാത്തിരിക്കണ്ടേട്ടാ മറ്റേ സാധനങ്ങള്. ചിലപ്പോ അവൻ ഇട്ടില്ലെങ്കിൽ അത് വലിയ നഷ്ടവും. നല്ലൊരു സാധനമല്ലേ കയ്യിലിരിക്കുന്നത്, അങ്ങോട്ട് കയറ്റിയിട്ടടി. ഏതായാലും ഈ കിളവന്റെ സൂക്കേടൊന്ന് ആലോചിച്ച് നോക്കിയാണ്, എത്രത്തോളം ഉണ്ട് ഇയാളുടെ സൂക്കേടൊന്ന് ആലോചിച്ച് നോക്കിയാണ്. ഇയാളെ സത്യം പറഞ്ഞാൽ എനിക്ക് ഈ ഭാഗമൊക്കെ കേട്ടപ്പോണ്ടല്ലോ പേടിച്ച് നേർത്തി ചെകിട്ട പൊളിച്ച് ഒരെണ്ണം കൊടുക്കാനാണ് എനിക്ക് തോന്നിയത്. സത്യമായിട്ടും എൻ്റെ കൈ ധരിക്കുന്നുണ്ട് ഇങ്ങനെ ചെകിട്ടത്തിൽ ഒരെണ്ണം കൊടുക്കാനായിട്ട്. ഇങ്ങേരുടെ
കുറേ മറ്റേ താങ്ങി സാധനങ്ങളുണ്ടല്ലോ ഇങ്ങനെ ഫോളോവേഴ്സ് വന്ന് കിടന്ന് ഇവിടെ കിടന്ന് മെഴുകിയിട്ട് കാര്യമില്ല. തീർച്ചയായിട്ടും ഇയാൾ ഈ പറഞ്ഞ ചെറ്റത്തരത്തിനുള്ള മറുപടിയാണ് ഞാൻ ഈ പറയുന്നത്. ഈ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, പഠിപ്പും വിദ്യാഭ്യാസവും ഇല്ലാത്ത പെണ്ണുങ്ങൾ എന്ന് പറയാറുണ്ട്. അവർക്ക് ഇത്തരം അബദ്ധങ്ങൾ പറ്റും. പക്ഷെ അതിനിപ്പോ അതിനർത്ഥമില്ല. പഠിപ്പും വിദ്യാഭ്യാസമുള്ള, പഠിപ്പും പാപ്പാസ് എന്ന് പറയും പണ്ട്. എന്താ പാപ്പാസ് എന്നുള്ളത് ഞാൻ ഡിക്ഷണറി നോക്കിയിട്ടുണ്ടോന്ന് അറിയില്ല. പഠിപ്പും പാപ്പാസും ഉള്ള പെണ്ണുങ്ങൾക്കപ്പൊ ഏറ്റവും കൂടുതൽ ഇത്തരം കാര്യങ്ങൾ പറ്റുന്നത്, ഇത്തരം വിഡ്ഢിത്തങ്ങൾ മുഴുവൻ പറ്റുന്നത്. ഒരു കുട്ടി കണ്ടില്ലേ, മറ്റേ കഷായത്തിന്റെ ആ ഒരു കുട്ടിയുണ്ടല്ലോ, അല്ല പേരേക്ക് മറന്നുപോയി. ആ കുട്ടിക്ക് എന്താ നല്ല പഠിപ്പ്, വളരെ ബുദ്ധിമതിയായിട്ടുള്ള കുട്ടിയാണ്. പക്ഷെ അത് പോയിട്ടൊരു ഒരു കൊരട്ട അതിനെ പോയിട്ട് പ്രേമിച്ചിട്ട് ഇപ്പോൾ അവളെന്താ ജയിലിലായി പോയില്ലേ? അവളുടെ വിദ്യാഭ്യാസവും കാര്യങ്ങളും വെച്ച് അവൾക്ക് എത്ര നല്ല ആൾക്കാരെ കിട്ടുമായിരുന്നു. വാസ്തവത്തിൽ വിവേകത്തോട് പെരുമാറിയിട്ട് അച്ഛനമ്മമാരോട് പറഞ്ഞാൽ എനിക്ക് അയാളെ ഷാരൂണിനെ വിളിച്ചാണ് കൊരട്ടാന്ന്. സത്യം പറഞ്ഞാൽ മനസ്സറിഞ്ഞ് തന്നെ 4 തെറി വിളിക്കണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. പക്ഷേ പറ്റുന്നില്ല. ആ അവസ്ഥയായിപ്പോയി. തന്നെ ഞാൻ ആഞ്ജനേയ സ്വാമി കൺട്രോൾ ഇതാ, ഇങ്ങനെ ചീത്ത വിളിക്കാതിരിക്കാൻ. പാരട്ട നാറി. ബാക്കി കാണാം. ഇതിൽ മറ്റൊന്നുമല്ല, എനിക്ക് തോന്നുന്നത് ഇവനായിട്ട് ഇങ്ങനെ പേര് പിടിപ്പിച്ചു കഴിഞ്ഞാൽ അവൻ എന്തെങ്കിലും ഒരു കിഴി കൊടുക്കും. കിഴിച്ച ഡിഷും അല്ല, കുറച്ച് പൈസ കൊടുക്കും. അങ്ങനെ എന്തോ ഗൂഢലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇവളിപ്പോ ഈ കാണിക്കുന്ന കാട്ടായം എന്നാണ് തോന്നുന്നത്. പിന്നെ ഇപ്പൊ അവളുടെ വലിയ ആയുധം അവൻ നഗ്ന ഫോട്ടോ എടുത്തു എന്നല്ലേ? ഇതൊക്കെ എല്ലായിടത്തും നടക്കുന്ന കേസാ. നീ അഴിച്ചിട്ട് കൊടുത്തിട്ടല്ലേ അവൻ ആ ഫോട്ടോ എടുത്തത്. അല്ലാതെ നിന്നെ ബലാത്സംഗം ചെയ്ത് തുണി മുഴുവൻ വലിച്ചു പറിച്ച് കളഞ്ഞിട്ടാണെങ്കിൽ പിറ്റേ ദിവസം പോയിട്ട് നീ പോലീസിൽ പറയേണ്ടതല്ലേ ഇത്തരം കാര്യങ്ങൾ? ഏതായാലും ഇവളുടെ രോഗം ഇവൾക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. ഇവളുടെ രോഗം ഇപ്പൊ എന്താണെന്ന് ഇവൾക്ക് മറ്റെന്തായാലും പറയാം, കൃമികളിയോ അതോ ഇനി കാമക്കലിയോ, അതെന്തായാലും കണ്ടുപിടിക്കണം. എന്നുള്ളത് ശിക്ഷിക്കാൻ പറ്റില്ല. പക്ഷെ ഇതൊന്നുമല്ല, നല്ല ചൂരൽ കഷായം അതാണ് വേണ്ടത്. അത് തന്തയ്ക്ക് പറഞ്ഞവളാണെങ്കിൽ തള്ളയ്ക്ക് പറഞ്ഞവളാണെങ്കിൽ, തന്തയും തള്ളി ഉണ്ടെങ്കിൽ അത് ഒറിജിനൽ ആണെങ്കിൽ ആ തന്ത ആംഗ്ലമാരണ്ടി അവരാണ് ഈ കഷായം കൊടുക്കേണ്ടത്, ചൂരൽ കഷായം. അതുമേ അത് നിൽക്കുള്ളൂ. ഇത്തരം കാര്യങ്ങൾ അതുമേ നിൽക്കുള്ളൂ. അല്ലാണ്ട് ഇംഗ്ലീഷ് മെഡിസിനിലോ അലോപ്പതിയിലോ ആയുർവേദത്തിലൊന്നും ഇരുന്നില്ല. അത് ശരിയാ. ഇംഗ്ലീഷ് മെഡിസിൻ അല്ല, ആയുർവേദത്തിലോ അലോപ്പതിയിലോ മറ്റേ ഹോമിയോയിലോ പോലും ഇതിന് മരുന്നില്ല. നല്ല പച്ചമടൽ, ചൂരലല്ല, നല്ല പച്ചമടൽ വെട്ടിയിട്ടുണ്ടല്ലോ, തൻ്റെ നിറകം തലയ്ക്ക് അടിച്ച് പൊട്ടിക്കണം. അതാ വേണ്ടത്. എങ്കിലുണ്ടല്ലോ നല്ല കാന്താരി കുരുമുളകും ചേർത്തിട്ട് അരച്ചങ്ങോട്ട് തേക്കണം തൻ്റെ ആസനത്തിൽ. തൻ്റെ ഈ സൂക്കേടിനുള്ള മരുന്ന് അതാണ്. എന്തായാലും എലിസബത്തിൻ്റെ അച്ഛനും ആങ്ങളമാരും വിചാരിച്ചാലും തൻ്റെ ഈ പ്രശ്നം തീർക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇത് കടുത്ത എന്താ മാനസിക രോഗമാണ്. തനിക്ക് ഉളുപ്പില്ലേടോ തൻ്റെ ഈ പ്രായത്തിൽ വന്നിരുന്ന ഒരു സ്ത്രീയെ ഇങ്ങനെ പച്ചയായിട്ട് പറയാൻ? അല്ലെങ്കിൽ ഒക്കെ അത്രയും മോശം കെട്ട് ആ ഒരു ലെവലിൽ നടക്കുന്ന ഒരു സ്ത്രീ ആണെങ്കിൽ എന്നിരുന്നാൽ പോലും തനിക്ക് അങ്ങനെ പറയാനുള്ള അധികാരമുണ്ടോ? താൻ എന്താ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? ആ പെണ്ണ് കൊണ്ടുപോയി തൻ്റെ ഈ വീഡിയോയും വെച്ചിട്ട് ഒരു കേസ് ഫയൽ ചെയ്താണ്ടല്ലോ, അകത്ത് കിടന്നിട്ട് ഇങ്ങനെ അഴി ഇങ്ങനെ എണ്ണിക്കൊണ്ട് തനിക്കടുത്ത് ആരെക്കുറിച്ച് പറയണമെന്ന് ചിന്തിക്കുക. അതിനുള്ള വകുപ്പ് ഫുള്ള് താൻ ഈ ഒരൊറ്റ വീഡിയോയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. പാരട്ടാ. എനിക്കങ്ങോട്ട് സത്യം പറഞ്ഞാൽ എന്തെങ്കിലും കൂടുതൽ വിളിക്കണമെന്നുണ്ട് എനിക്ക്. നിങ്ങളുടെ അഭിപ്രായം ഒന്ന് ദയവായി കമൻ്റായിട്ട് അറിയിക്കണേ ഇതിൽ.